കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന ആകാശിന്റെ മീനാക്ഷിയുടെ ആദ്യരാത്രിയാണ്. അന്ന് ആദ്യരാത്രി വന്ന് നടക്കുന്ന കുറച്ച് കോമഡി വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ബാലന്റെ ആജ്ഞ അങ്ങനെ ധിക്കരിച്ച് മീനാക്ഷിയും ആകാശവും ഒന്നാവുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു. അങ്ങനെ ബാലൻ ആകാശിനെ വിളിച്ചിട്ട് ഫസ്റ്റ് നൈറ്റ് തന്നെ പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആനന്ദിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഒരു കാരണവശാലും നീ ഇപ്പോൾ ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കല്ലെന്ന് പറയാണ്. ആകാശ് ആകപ്പാടെ തകർന്ന് തരിപ്പണമായിപ്പോയി. ഏറെ പ്രതീക്ഷയോട് കൂടിയാണ് മീനാക്ഷിയുടെ കൈയും പിടിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നത്. എപ്പോഴാണ് അച്ഛൻ പറയണു ഒരു കുടുംബജീവിതം നയിക്കാൻ പാടില്ലെന്ന്. ഇനിയിപ്പോൾ ആനന്ദേണ്ണ ഒരു ജീവിതം ഉണ്ടാക്കിയതിന് ശേഷം, ഒരു ഭാര്യ ഉണ്ടായതിനു ശേഷം മാത്രം മതി തൻ്റെ കുടുംബജീവിതം എന്ന്. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ആകെപ്പാടെ പെട്ട അവസ്ഥയിൽ ആകാശം മുറിയിലേക്ക് വരുവാണ്. ആകാശം മുറി വന്നപ്പോൾ മീനാക്ഷി ഏറെ പ്രതീക്ഷയോട് കാത്തിരിക്കണേ. ഫസ്റ്റ് നൈറ്റാ, ഇന്നലെ രാത്രി വേസ്റ്റ് ആയിപ്പോയി. അപ്പൊ ഇന്നെങ്കിലും താനും ആകാശണ്ണും ഒന്നാവൂലോ. പ്രേമിച്ച് വിവാഹം കഴിച്ചോണ്ട് അതിൻ്റെതായൊരു ത്രില്ലായിരുന്നു മീനാക്ഷി ഇരുന്നത്. മീനാക്ഷിനെ സംബന്ധിച്ചിടത്തോളം നല്ല ബുദ്ധിയുള്ള പെൺകുട്ടിയാണ്. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ആരെ എങ്ങനെ കയ്യിലെടുക്കണം, അച്ഛനെ എങ്ങനെ കയ്യിലെടുക്കണം, അമ്മേനെ എങ്ങനെ കയ്യിലെടുക്കണം എന്നെല്ലാം മീനാക്ഷിക്ക് നല്ല കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. വന്നപ്പോൾ തന്നെ ഗോമതിനെ കയ്യിലെടുക്കുകയും ചെയ്തായിരുന്നു. അങ്ങനെ ആകാശം വന്നു കഴിഞ്ഞപ്പം ആകാശിനോട് സംസാരിക്കുകയാണ്. അങ്ങനെ ആകാശിനോട് സംസാരിച്ച് ബെഡേലൊക്കെ പിടിച്ചിരുത്തി. അപ്പൊ ധർമ്മനും ആനന്ദ് എല്ലാവരും കൂടി അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മണിയറയൊക്കെ ഗംഭീരമായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മണിയറ കയറി കഴിഞ്ഞപ്പോൾ ആകാശിന് വല്ലാത്ത വിഷമ. കാരണം മറ്റൊന്നുമല്ല, അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്താ, ഒരു കുടുംബജീവിതം നയിക്കാൻ പാടില്ല, തനിക്ക് മീനാക്ഷി ഇനി കണ്ടുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ, ആനന്ദേണ്ട വിവാഹം കഴിയുന്നോടം വരെ. എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ ഭഗവാനെ. പക്ഷെ മീനാക്ഷിക്ക് ഇതൊന്നും അറിയത്തില്ലോ. മീനാക്ഷി നല്ലൊരു മൂഡിൽ തന്നെയായിരുന്നു. വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. ഈ സമയത്ത് കഥയെ മുട്ടുന്ന സൗണ്ട് കേട്ടെ. പെട്ടെന്ന് ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഇതാരാ പോലും ഈ കഥകൾ ഈ സമയം മുട്ടുന്നേ എന്ന് വിചാരിച്ചോണ്ട് മീനാക്ഷി ആകാശനോട്, ആകാശേട്ട ആരോ കഥയെ മുട്ടുന്നുണ്ടെന്ന് പറയാണ്. അല്ല ആരായിരിക്കും, ഒരു കാര്യം ഞാൻ പോയി തുറന്നു നോക്കാന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ പോയി തുറന്നു നോക്കാന്ന് പറഞ്ഞോണ്ട് മീനാക്ഷി അങ്ങോട്ട് എഴുന്നേറ്റ് ചെല്ലുവാണ്. അങ്ങനെ എഴുന്നേറ്റ് പോയി കഥ തുറന്നു കഴിയുമ്പോൾ മറ്റാരും ആയിരുന്നില്ല, ഗോമതി ആയിരുന്നു. ഗോമതി ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് വന്നു. ഇതെന്താമേ പാല്? അല്ല, പാല് കുടിച്ചിട്ട് കിടക്കുവാണെങ്കിൽ നല്ല ഉറക്കം വരും, അതുകൊണ്ട് കൊണ്ടുവന്നാന്ന് പറയണം. ഒരു നിമിഷം മീനാക്ഷി അന്തം വിട്ടുപോയി. ഇനി പാതിരാത്രി ആയതുകൊണ്ടെങ്ങാനും അമ്മ മനഃപൂർവ്വം കൊണ്ടു തന്നാണോ പാല്, പറയാൻ പറ്റില്ല. പക്ഷെ മീനാക്ഷിക്കൊന്നും കൂടുതൽ ചോദിക്കാനും പറ്റില്ല. ശരി അമ്മേ എന്നും പറഞ്ഞിട്ട് മീനാക്ഷി കഥ അടയ്ക്കണം. അങ്ങനെ കഥ അടച്ച് പാലും കൊണ്ട് വരുന്നുണ്ട്. ഇപ്പൊ ആവശ്യം ഇതെന്താ, അമ്മ കൊണ്ടെത്തുന്ന പാലും ഇതെന്തിനാ? ഓ, ഇതെന്താ ആശാട്ടെ ഇങ്ങനെയൊക്കെ കുഞ്ഞു പിള്ളേരെ പോലെ ആദ്യരാത്രി പിന്നെ പാല് കുടിക്കൂലേ? പാല് ആകാശാകപ്പട കിടന്ന് വിൽക്കുവാണ്. എന്ത് പറ്റി ആകാശന്? എന്താ ഒരു വെപ്രാളം വിറയലും ഒക്കെ ഞാൻ കുറച്ച് സമയമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എന്ത് കാര്യമാണെങ്കിലും തുറന്നു പറ. ഒന്നുമില്ല. എന്തോ ഒരു കുറച്ച് മുമ്പത്തെ പോലെയല്ല ഇപ്പൊ ആകാശാണ്. എന്തോ ഒരു പ്രശ്നമുള്ളോ എനിക്ക് തോന്നുന്നു. നമ്മൾ പ്രണയിച്ചിരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ സ്വപ്നങ്ങളെ കണ്ടേ, ഇപ്പോഴും അങ്ങനെയൊന്നുമില്ല. ആകാശാണ് എന്നോടൊന്നും പറയാനില്ലെന്ന് ചോദിക്കുകയാണ്. ആകാശോട് നല്ല, ഞാനിപ്പോ എന്ത് പറയാനാ. പിന്നീട് മീനാക്ഷി ഇങ്ങനെ വാ തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കുറെ സമയം സംസാരിച്ചു. പിന്നെ ആകാശം ആ ഒരു മൂഡിലേക്ക് അങ്ങോട്ട് വരുവാണ്. രണ്ടുപേരും സംസാരിച്ചു. പിന്നെ മീനാക്ഷി പറഞ്ഞു, അതെ സംസാരമൊക്കെ ഇനി മതി എന്ന് പറയാണ്. അങ്ങനെ മീനാക്ഷി എന്ത് ചെയ്യുക, പാല് കുറച്ച് കുടിക്കുവാണ്. രണ്ടുപേരും പപ്പാതി കുടിക്കണമെന്നല്ല പറയാം. നമ്മുടെ ഇന്ന് ആദ്യരാത്രിയല്ലേ, ഞാൻ ആദ്യം കുറച്ച് കുടിക്കാം. അല്ല വേണ്ട, ആകാശാണ് ആദ്യം കുടിക്കാൻ പറയണം. അങ്ങനെ അപ്പൊ ആകാശ് പറഞ്ഞു, വേണ്ട നീ ആദ്യം കുടിച്ചോളാൻ പറയണം. ആകാശന് ആ പടം വെപ്രാളം വിറയലും ഒക്കെയാ. മീനാക്ഷി കുടിച്ചോളന്നപ്പോൾ മീനാക്ഷിയുടെ മുഖം ചുളിഞ്ഞപ്പോൾ ആകാശിച്ചു, എന്ത് പറ്റി, പാലിനെന്താ വല്ല മധുരക്കുറവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം. ഈ കോമഡി കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പെട്ടെന്നൊന്ന് ചിരിക്കുക. ചിരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിയുടെ വായിക്കകത്തുള്ള പാല് മുഴുവൻ മറ്റേ സ്പ്രേ അടിച്ച പോലെ ആകാശിന്റെ മുഖത്തേക്ക്. ഈ ഒരു കാഴ്ച കണ്ടതും മീനാക്ഷി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ആകാശിന്റെ മുഖം കണ്ടപ്പം മീനാക്ഷിയുടെ ചിരിയില്ല അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആകാശിന്റെ നിയന്ത്രണം പോയി. ഇത്ര സമയം മസിൽമാനെ പോലെ ഇരുന്ന ആകാശ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് മഞ്ഞുമല ഉരുകിപ്പോയതുപോലെ അവസ്ഥയായിപ്പോയി. പിന്നീട് മുഖമൊക്കെ തുടച്ചു കഴിഞ്ഞിട്ട് മീനാക്ഷി പറഞ്ഞു, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആകാശനെ കാണാനെന്ന് പറയണം. പിന്നെ മതി, ഇനി സംസാരമൊക്കെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആകാശിന്റെ കയ്യെ കയറി മീനാക്ഷി പിടിക്കുകയാണ്. ആകാശിന്റെ കൈയൊന്ന് തട്ടി മാറ്റണമെന്നൊക്കെ ഉണ്ട്. അച്ഛന്റെ ആജ്ഞ, സുഗ്രീവാജ്ഞ മനസ്സിൽ കിടക്കുക. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, മീനാക്ഷി അല്ലേ അടുത്ത് നിൽക്കുന്നേ. പക്ഷേങ്കിൽ അച്ഛന്റെ ആജ്ഞയൊക്കെ അങ്ങനെ കാറ്റി പറത്തുവാണ് ആകാശ്. എത്ര സമയം എന്ന് വെച്ച് പിടിച്ചിരിക്കാൻ പറ്റും. അങ്ങനെ മീനാക്ഷിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുവാണ് ആകാശ്. ഇനിയിപ്പൊ അച്ഛൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല, അച്ഛനല്ലല്ലോ അറിയാൻ പോകുന്നില്ലല്ലോ, ഒരു മുറിയിലാണ് ഞങ്ങൾ കഴിയുന്നേ. ഒരു കുടുംബജീവിതം നയിക്കുന്ന പറഞ്ഞാൽ പെട്ടെന്നൊന്നും പ്രഗ്നന്റ് ആയിരുന്നാൽ മതി, ആ ഒരു ചിന്തയായിരുന്നു ആകാശിന്റെ മനസ്സിലുണ്ടായിരുന്നേ. അച്ഛൻ അറിയാനും പോകുന്നില്ല. അങ്ങനെ അവര് ആദ്യ രാത്രി തന്നെ ഒന്നാവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ
മീനാക്ഷി ഭയങ്കര സന്തോഷത്തോടു കൂടി അടുക്കളയിലേക്ക് ചെല്ലുന്നേ. ഈ സമയം ഗോമതി ശ്രദ്ധിച്ചു. പക്ഷേങ്കില് രാത്രിയില് ബാലൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗോമതിയുടെ ഉള്ളിലേക്ക് വന്നു. കാരണം ബാലൻ ഗോമതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ ഒരു മുറി കഴിഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല, ഞാൻ ആകാശിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു കുടുംബജീവിതം ഉടനെയൊന്നും വേണ്ട, ആനന്ദിനൊരു വിവാഹം അത് കഴിഞ്ഞിട്ട് മതി അവരുടെ കുടുംബജീവിതമൊക്കെ, അതിനു മുമ്പ് ഒരു കാരണവശാലും ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഗോമതി ആ സമയത്തും പറഞ്ഞു, അവര് ചെറുപ്പക്കാരെ കുട്ടികളാ, എത്രയെന്ന് വെച്ചാൽ നമുക്ക് അവരെ പിടിച്ചെടുത്താൻ ഒരു പരിധിയൊക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞ് എത്ര നാൾ നമുക്ക് അവരെ പിടിച്ചെടുത്താൻ പറ്റും? ഒരു പക്ഷെ ആനന്ദന്റെ കല്യാണം എങ്ങനെ നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് ചെയ്യുന്ന ദ്രോഹമല്ലേ? ബാലേട്ടാന്ന് ചോദിക്കുന്നുണ്ട്. എന്ത് ദ്രോഹം? അതൊന്നും ഒരു കുഴപ്പമില്ലാന്ന് പക്ഷെ പാല് കൊണ്ട കൊടുത്ത കാര്യമൊന്നും ഗോമതി പറഞ്ഞില്ല. ഗോമതിക്ക് ഒരു ടെൻഷൻ, ഇനിയിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേട്ടൻ തന്നെ ചീത്ത പറയുമോന്ന് ഓർത്തിട്ട് ഗോമതി അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ലായിരുന്നു. പിന്നെ പിറ്റേ ദിവസം വലിയ സന്തോഷത്തോടുകൂടി മീനാക്ഷി വരുമ്പോൾ ഗോമതി മീനാക്ഷിനെ ശ്രദ്ധിച്ചു. ദൈവമേ, നീ ബാലേട്ടനെ ആജ്ഞാങ്ങാനും തെറ്റിച്ചോ, ആ ഒരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ ഗോമതിക്ക് മീനാക്ഷിയോട് അതിനെക്കുറിച്ച് ചോദിക്കാനും ഒരു മടി. പിറ്റേ ദിവസം ആകാശം എഴുന്നേറ്റ് എന്ന് കഴിഞ്ഞപ്പോൾ ധർമ്മൻ ആകാശിനെ വട്ടം പിടികൂടി. എങ്ങനെയുണ്ടായിരുന്നു, ഫസ്റ്റ് നൈറ്റൊക്കെ അടിച്ചു പൊളിച്ചോന്ന് ചോദിക്കണം. ഒന്ന് പോ മാമ അവിടുന്ന്. ആഹാ, എല്ലാം ഒപ്പിച്ചു തന്നത് ഞങ്ങളല്ലേ, എന്നിട്ടിപ്പം ഞങ്ങളെ കാണത്തില്ലല്ലേ? എടാ മണിയറെ പൂവൊക്കെ വിതറിയാതാ. എൻ്റെ പൊന്നെ, എൻ്റെ അളിയനെ പേടിച്ച് എത്രമാത്രം വിദഗ്ധമാണെന്നറിയാം അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തേ. എന്നിട്ടിപ്പം ഞങ്ങൾ പുറത്തല്ലേ? ഓ, നിനക്ക് പുതിയ ഭാര്യനെ കിട്ടിയപ്പോൾ ഞങ്ങളെ ഒന്നും വേണ്ടല്ലേ എന്ന് പറയാണ്. ഒന്നുമില്ലേ, നീ ഈ ആര്യനെ ഒന്ന് ഓർത്തു നോക്കി. നിനക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് അവനല്ലേ ഇത്രമാത്രം കഷ്ടപ്പെട്ടെ. അവസാനം അവൻ വീടിന് പുറത്തുപോയി. എന്നിട്ടോ ഇപ്പൊ കണ്ടില്ലേ, അവനാണെങ്കിൽ അവന് ഭാര്യനെ കിട്ടിയപ്പോൾ നമ്മളൊന്നും വേണ്ട ആര്യെന്ന് പറയണേ. പോട്ടെ മാമ, അവന്റെ ജീവിതം അല്ലേന്ന് ചോദിക്കുക, അവനെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് പറയാം. ഈ സമയത്ത് ആനന്ദിന്റെ മുഖത്തേക്ക് ആകാശം നോക്കി. ആനന്ദിന്റെ മുഖം കണ്ടപ്പോൾ ആകാശത്തിന് സങ്കടം വന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ആനന്ദേട്ടന് എത്രയും പെട്ടെന്ന് ഒരു വിവാഹം നടക്കണം. കാത്തിരുന്ന് ഒത്തിരി സ്നേഹിച്ച ആ പെൺകുട്ടിയാ, അതിനെ സ്വന്തമാക്കാനും പറ്റിയില്ല. പിന്നീട് ആകാശം ഒന്നും അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് കൃഷ്ണമംഗലത്ത് ആകപ്പാടെ ഫുൾ ചർച്ചയിലായിരുന്നു. കാരണം ഏറെ പ്രതീക്ഷയോട് കൂടിയായിരുന്നു ഇത്രയും അലോക കാത്തിരുന്നേ. ആരും ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്നൊക്കെ ഓർത്ത്. പക്ഷേ എങ്കിൽ അവരുടെ പ്രതീക്ഷകളെല്ലാം തകർത്തോണ്ടാണല്ലോ ആരും തിരികെ വന്നേ. ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പം അനന്തനും അച്ഛനും പറഞ്ഞു, അതൊക്കെ മിക്കവാറും അവന്റെ നമ്പർ മാത്രമായിരിക്കും. അവന് കേസ് കൊടുത്തും കാണുമല്ല, ഒന്നും കൊടുത്തു കാണുമല്ല. അവൻ വെറുതെ തള്ളു പറഞ്ഞായിരിക്കും കേസ് കൊടുക്കുന്നൊക്കെ ബാലന്റെ പേരില്. അലോക് പറഞ്ഞു, അല്ല, ഞാൻ അവനെ കണ്ട് സംസാരിച്ച അവൻ പറഞ്ഞ കേസ് കൊടുക്കുന്നാണല്ലോ പറഞ്ഞു. അവൻ വെറുതെ നിന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും എന്ന് പറയാ. അല്ല അച്ഛാ, പറ്റിക്കാൻ വേണ്ടി അവൻ എന്തിനാ എന്നോട് അങ്ങനെയൊക്കെ പറയണേ? അവൻ ഇങ്ങോട്ട് വരാന്നും പറഞ്ഞല്ലേ, എങ്കിലും അവന്റെ മനസ്സ് ആരെങ്കിലും മാറ്റിയിട്ടുണ്ടായിരിക്കും എന്ന് പറയാം. അലോക് പറഞ്ഞു, ഇനി അവൻ എന്റെ കൈ കിട്ടും, ഞാനിന്ന് ചോയ്സ് നോക്കട്ടെ എന്ന് പറയണം. അങ്ങനെ ആര്യം പുറത്തിറങ്ങിയ സമയത്താണ് അലോകിനെ കാണുന്നത്. ആര്യനെ കണ്ട അലോക് ഇങ്ങോട്ട് വന്നു. അലോക് എന്നിട്ട് പറഞ്ഞു, ആഹാ, അപ്പൊ നീ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടോ നിന്റെ അച്ഛനെതിരെ? കേസോ? എന്ത് കേസ്? അപ്പൊ നീ ആ കേസ് മറന്നുപോയെന്ന് ചോദിക്കണേ. എന്താ? അല്ല, കഴിഞ്ഞ ദിവസം വന്നപ്പോ നീ എന്നോട് പറഞ്ഞായിരുന്നു നിന്റെ അച്ഛനെതിരെ കേസ് കൊടുക്കുന്നു. ഓ, അത് അങ്ങനെ. ഇപ്പൊ അതിന്റെ കാര്യമൊന്നുമില്ല അലോകേട്ടാ. കാരണം എന്താണെന്നറിയാവോ, എന്റെ അച്ഛൻ എന്നെ തിരികെ വീട്ടിലേക്ക് വിളിച്ചു. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല എന്ന് പറയാം. ഇത് കേട്ടതും അലോകിന്റെ മുഖത്തെ രക്തമായി അങ്ങോട്ട് മാഞ്ഞു. അലോക് പറഞ്ഞു, ആഹാ, അപ്പൊ നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ എന്ന് ചോദിക്കും. അതിങ്ങനെ ഞാൻ അലോകേട്ടനെ ചതിക്കുന്നത്? ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമല്ലേ, ഞാൻ അച്ഛനും മോനും തമ്മിലുള്ള പ്രശ്നമല്ലേ? പിന്നെ അച്ഛനെതിരെ കേസ് കൊടുക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ മോശമായിട്ടുള്ള കേസല്ലേ അലോകേട്ടാ? അതൊക്കെ അതെ കുടുംബത്തിൽ പറഞ്ഞ മക്കൾക്ക് ചേരുന്ന പണിയാണോ? അതുകൊണ്ട് ഞാൻ അതും കൂടി പിൻവലിച്ചു. മാത്രമല്ല ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാന്ന് പറയാം. അലോക് ഇത്രയ്ക്ക് പ്രതീക്ഷിച്ച കാര്യമല്ല. ആരിനെ വെച്ചൊരു കളി കളിക്കാമെന്ന് വിചാരിച്ച അലോകിനിട്ട് നല്ല പണിയാണ് കൊടുത്തത്. അലോക് ഈ സമയം മനസ്സിൽ പറഞ്ഞു, അധികം വൈകാതെ തന്നെ നിന്നെ അവിടുന്ന് പുറത്താക്കൂടാ, നിനക്കിട്ടുള്ള പണി ഞാൻ തന്നിരിക്കും. ഈ അലോകാരൻ നീ കാണാൻ പോകുന്നുള്ളൂ. ആര്യം പറഞ്ഞു, എന്നാ ഞാൻ പോട്ടെ അലോകേട്ടാ, വീട്ടിലെല്ലാവർക്കും സുഖമാണല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ്. അലോകിന് മനസ്സിലായി തന്നെ അവൻ ആക്കി ഒന്ന് പറഞ്ഞാന്ന്. പക്ഷെ എന്തേലും പറയാൻ പറ്റുമോ? ഞാൻ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിനി കാണാൻ പോകുന്നത്. കൃഷ്ണമംഗലത്തെ ദേവമംഗലത്തെ തകർക്കാനായിട്ട് മിത്ര മാക്സിമം നോക്കുന്നുണ്ട്, മിത്ര അലോകം കൂടി ചേർന്ന്. പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. അപ്പൊ ഇനി അത് പുതിയ പ്ലാന് വലുതായിട്ട് വരുമെന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.